ഗുഡ് ഈവനിങ് അമ്മേ. ഗുഡ് ഈവനിങ്. എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം മോളെ. കുളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട്. ഇന്നലത്തേനേക്കാളും കണ്ണാടിയൊക്കെ പുതിയതാന്ന് തോന്നുന്നു. സൂപ്പർ കണ്ണാടിയായിരിക്കുന്നു കേട്ടോ. കണ്ണാടി നന്നായിരിക്കുന്നു. എല്ലാം ദൈവം ചെയ്യുന്ന എല്ലാം നല്ലതേ ചെയ്യത്തുള്ളൂ. അതാ അതാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാം ദൈവം സൗജന്യമായി തന്നു. ഇതിനകത്തേക്ക് നോക്കി സംസാരിക്കും. അമ്മയ്ക്ക് എന്തോ മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത്? എനിക്ക് എന്താ പറയാനാ, ഞാൻ കർത്താവിൻ്റെ കൃപയാൽ സുഖമായിരിക്കുന്നു. ദൈവം ഒന്നിനും കുറവ് വരാതെ എൻ്റെ കുഞ്ഞ് എന്നെ നോക്കുന്നുണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും പറയാൻ പറ്റുക അത്രമാത്രം. എനിക്ക് സംസാരിക്കാനൊക്കെ ഇച്ചിരി തടസ്സമുണ്ട്. എന്നാലും ദൈവം എന്നെ നടത്തുന്നു. അമ്മ നല്ല ജോറായിട്ട് ദൈവം നടത്തുക. അതാണ് ഇന്നാർന്ന ചുറ്റുപാട്. ഞങ്ങളുടെ ഇങ്ങനെ കോൺവെർസേഷനിൽ ഇടയ്ക്ക് ഫണ്ണൊക്കെ കയറി വരും കേട്ടോ. ഒരല്പം ഫണ്ണൊക്കെ വേണ്ടേ? പുള്ളിക്കാരൻ്റെ പേരുടെ അത് വേണ്ടത് പോട്ടെ, ആരേലും പോട്ടെ. നാർന്ന ചുറ്റുപാടിൽ ജോറായിട്ട് നടത്തുന്ന ദൈവത്തിന് ഈ നല്ല ചുറ്റുപാടില് അമ്മ ദൈവം നല്ലതായിട്ട് നടത്തുക അല്ലേ? എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. അതാ, ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തുന്നു. ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ഓരോ ദിവസവും സന്തോഷം കൊണ്ടാണ് കർത്താവ്, കാര്യത്തിലല്ല, സന്തോഷങ്ങൾ ആനന്ദ കണ്ണുനീർ വീഴ്ത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. പ്രൈസ് ദി ലോർഡ്. ഒന്നിനും കുറവില്ലാതെ ദൈവം നമ്മളെല്ലാം നടത്തുകയാണ്. ശരി, അപ്പൊ അതൊക്കെ അത് സാരമില്ല, അത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഒന്നും സങ്കടപ്പെടാനില്ല. ദൈവത്തിന്റെ കൃപയാൽ എല്ലാരും ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. താങ്ക് യു ജീസസ്. ജോലാണെങ്കിൽ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതാണ് അമ്മടുക്കനല്ലേ. കൃത്യം 12 മണിയാകുമ്പോഴത്തേനും അമ്മ ചെയ്യുക. അതാണ് ലഞ്ച് ശരിയായിട്ടുണ്ട്. അതാണ് ജിജി അങ്ങനെ തന്നെയല്ലേ? ജിജി അങ്ങനെ തന്നെയാണ്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ദൈവം എല്ലാം ആൾക്കാരെ എല്ലാം ഒരുക്കി. മക്കളും മരുമക്കളും എല്ലാം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും അമ്മയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വടവരെല്ലാം ബാവുച്ചാൻ അന്വേഷിച്ചു. പിന്നെ നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഞാൻ പറഞ്ഞില്ലായിരുന്നു, രാജൻപിള്ള അന്വേഷിച്ചു. അങ്ങനെ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് അമ്മയുടെ കാര്യം. മിടുക്കനാണ്. ഒത്തിരി ആത്മാക്കളെയൊക്കെ വന്ന് നേടുകയാണ്. വേലയ്ക്കൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്. അതാണ്, അവിടുന്ന് പഠിച്ചിറങ്ങിയ എത്രയോ പേര് പാസ്റ്റേഴ്സ് ആയി. എല്ലാവരും മിക്കവാറും പേര് പാസ്റ്റർമാരാണ്. അതാണ് ഷാജി, പിന്നെ ന്യൂസിലാൻഡിൽ പാസ്റ്റർ, പിന്നെ രാജൻപിള്ള നോർത്ത് ഇന്ത്യയിൽ പാസ്റ്റർ, അങ്ങനെ എത്രയോ പേര് അല്ലേ? ബാബു ചെറിയാൻ പാസ്റ്റർ അമ്പേ പഠിച്ചതാണ്. അതാണ്, അങ്ങനെ വലിയ വലിയ ദൈവദാസന്മാരൊക്കെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. തമ്പി പാസ്റ്റർ, അവിടെ പഠിച്ചവരാരും ഒക്കെ സുവിശേഷ വേലയിൽ മുന്നിട്ട് നിൽക്കുന്നു. സജി പാസ്റ്റർ അല്ലേ? അവിടെ വൃദ്ധസദനം നടത്തുന്ന പുള്ളിക്കാരൻ അവിടെ പഠിച്ചതാ. നമ്മുടെ തിരുവല്ലയിലെ പേര് ഞാൻ മറന്നു പോയി. പേര് പ്രിൻസ് പാസ്റ്റർ. പ്രിൻസ് അവിടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതാ. അതാണ്. അപ്പം എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു മനോഹരമായ ഈവനിങ് ഞങ്ങള് അല്ലേ നമ്മൾ നേരുകയാണ്. ദൈവാത്ഭുതകരമായി എന്നെ നടത്തുന്നു ഈ വയസ്സുകാലത്തും. അതാണ്, അടുത്ത 19-ാം തീയതി എനിക്ക് 93 വയസ്സാവും. അതാണ്, അത് 19 കുറേ നാളോടുണ്ട്. ഏപ്രിലായതേ ഉള്ളൂ. ഏപ്രിലായത് ഓഗസ്റ്റാന്ന് ഓർത്തിരിക്കുകയാണോ? ഏപ്രിലായതേ ഉള്ളൂ. എപ്പോഴും ഓഗസ്റ്റാന്ന് അമ്മയുടെ വിചാരം. അപ്പൊ ഇന്ന് എന്നായിരുന്നു ഡേറ്റ് അമ്മേ? ഇന്ന് ഏപ്രിൽ 7. അതാണ്, ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് ആയില്ലല്ലേ? ഇല്ല, കുറച്ച്. അയ്യോ, അടുത്ത മാസം. ഏപ്രിൽ കഴിഞ്ഞ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് 4 മാസം കൂടെ ഉണ്ടല്ലേ? ഓഗസ്റ്റ്. അപ്പൊ 93 വയസ്സാവും.
വാർദ്ധക്യത്തിലും ദൈവം എനിക്ക് കൃപ തന്നു. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചും പച്ച പിടിച്ചും പുഷ്ടി വെച്ചു ഇരിക്കുകയാണ്. ഈ പ്രായത്തിലും അമ്മ ഒരു ബ്ലെസ്സിങ് ആണ് ഞങ്ങൾക്ക്. അമ്മയുടെ പ്രാർത്ഥന എല്ലാം, അമ്മയുടെ അടുക്കും ചിട്ടയുള്ള ജീവിതം, ഇതെല്ലാം ഞങ്ങൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ഒരു മാതൃകയാണ്. അമ്മയെ ശരിക്കും ഒരു പ്രോവേർബ്സ് 31 വുമണാണ്. കൈനേട്ടം കൊണ്ട് അവളൊരു സ്ഥലം മേടിച്ചു. അതാണ് ഇത്രയും പേരെ സഹായിക്കാൻ അമ്മ സഹായിച്ചു, അമ്മ ബലപ്പെടുത്തി. അതുകൊണ്ട് അമ്മയെ ദൈവം നടത്തുകയാണ്. അപ്പോൾ ബാക്കി പിന്നെ പറയാല്ലേ അമ്മേ? കാരണം അപ്പം അതൊക്കെ എനിക്ക് കളം വെട്ടി കളിക്കാൻ പസല അമ്മയുടെ ഒരു വലിയ ഇഷ്ടമാണ്. ശരി, അപ്പം താങ്ക് യു. വെറുതെ ഇരിക്കാതെ വെറുതെ ഇരുന്ന ഹോർത്തി കഴിക്കുന്നത് അതാണ്. അമ്മ വെറുതെ ഒന്നും അല്ലാട്ടോ, എപ്പോഴും അമ്മ തുണി മടക്കി തരും. അമ്മയ്ക്ക് പറ്റുന്ന പോലെ കൊച്ചു പാത്രങ്ങൾ. എന്നെ കൊണ്ടൊന്നും ചോദിക്കില്ല, അതൊരു വലിയ ഒരു തുണി പോലും മടക്കാൻ എല്ലാം അവനവിടെ ഇരുന്നോണ്ട് കുത്തി. എന്റെ പ്രിയമുള്ളവരെ അല്പസമയം ചിരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇത്രയും നല്ലൊരു മരുമകനെ ദൈവത്തിന്റെ സ്തോത്രം. ഒരു രക്ഷയില്ല, അവരൊരു തുണി പോലും എനിക്ക് തരുന്നു. എന്നല്ലടി വെറുതെ ദോഷമൊന്നും ചിന്തിക്കാൻ. ശരി, അപ്പം ബൈ, ഗോഡ് ബ്ലെസ്.